71-ാമത്തെ ചോദ്യം നോക്കാം. ഷാഇറുൻ യുഅറഫു ബിറഹീനിൽ മുഹ്ബിസീൻ. ഷാഇറുൻ കവി, യുഅറഫു അറിയപ്പെടുന്ന, ബിറഹീനിൽ മുഹ്ബിസീൻ റഹീനുൽ മുഹ്ബിസീൻ എന്ന്, അഥവാ തടവിലാക്കപ്പെട്ടവരുടെ ജാമ്യക്കാരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? അൽ ഹാരിസ് ഇബ്നു ഹൽസ, അബുൽ അലാ അൽ മഅരി, ത്വർഫ ഇബ്നുൽ അബ്ദ്, അൻദറ ഇബ്നു ശദാദ്. ഉത്തരം അബുൽ അലാ അൽ മഅരി ആണ്. അപ്പോൾ റഹീനുൽ മുഹ്ബിസീൻ എന്നറിയപ്പെടുന്നത് അബുൽ അലാ അൽ മഅരി ആണ് എന്ന് നമ്മൾ മനഃപ്പാഠമാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഇത് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്പർ ക്രമത്തിലല്ല ഞാനിത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് ഈ സൗകര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. 74-ാമത്തെ ചോദ്യം. ഉസ്സിസത്ത് അർ-റാബിതത്തുൽ ഖലമിയ്യ ആമ. ഉസ്സിസത്ത് സ്ഥാപിക്കപ്പെട്ടു. അർ-റാബിതത്തുൽ ഖലമിയ്യ. റാബിതത്തുൽ ഖലമിയ്യ എന്നാൽ അത് സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ന്യൂയോർക്കിലാണ് ഈ റാബിതത്തുൽ ഖലമിയ്യ എന്ന ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. ഇപ്പോൾ സിറിയയിൽ നിന്നും ലബനാനിൽ നിന്നുമൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുള്ള അറബി എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് അർ-റാബിതത്തുൽ ഖലമിയ്യ. ന്യൂയോർക്കിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. അത് ഏത് വർഷമാണ് സ്ഥാപിച്ചത്? അതാണ് ആമ, വർഷം. ഏത് വർഷമാണ് എന്നാണ് പറയേണ്ടത്. 1920, 1921, 1932, 1933. ഉത്തരം എ ആണ്. 1920-ലാണ്. 72-ാമത്തെ ചോദ്യം. നജീബ് മഹ്ഫൂദ് ഹസല അല ജായിസ. നജീബ് മഹ്ഫൂദ് ഒരു സാഹിത്യകാരനാണ്. ഹസല അല അദ്ദേഹം കരസ്ഥമാക്കി ജായിസ അവാർഡ്. ഏത് അവാർഡാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്? അതാ പറയേണ്ടത്. എ നോബൽ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിനുള്ള നോബൽ അവാർഡ്, നോബൽ പ്രൈസ്. ഫൈസൽ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിനുള്ള ഫൈസൽ അവാർഡ് നേടി. സി നോബൽ ലിൽ അദബിൽ ഇൻജിലീസി. ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള നോബൽ അവാർഡ്, നോബൽ പ്രൈസ് നേടി. ബുക്കർ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിലുള്ള ബുക്കർ പ്രൈസ് നേടി. ഉത്തരം ഏതാണ്? എ ആണ്. നോബൽ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ ആളാണ് നജീബ് മഹ്ഫൂദ്. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി 75-ാമത്തെ ചോദ്യം. റായിദുൽ മസ്രഹിയ അൽ ഇസ്ലാമിയ. റായിദ് നേതാവ് അല്ലെങ്കിൽ മുന്നിൽ നടന്ന ആള്. അൽ മസ്രഹിയ നാടകത്തിന്റെ, അൽ ഇസ്ലാമിയ ഇസ്ലാമിക നാടകത്തിന്റെ നേതാവ്, അതിന്റെ മുന്നണിയിൽ നടന്ന ആള്. ഇസ്ലാമിക നാടകങ്ങൾ ഒരുപാട് എഴുതിയൊരു വ്യക്തിത്വമാണ്. ആര്? നജീബ് മഹ്ഫൂദ്, നജീബ് അൽ കീലാനി, ത്വാഹ ഹുസൈൻ, അലി അഹ്മദ് ബാക്കത്തീർ. ഉത്തരം ഡി ആണ്. അലി അഹ്മദ് ബാക്കത്തീർ. അലി അഹ്മദ് ബാക്കത്തീർ ആണ് റായിദുൽ മസ്രഹിയ അൽ ഇസ്ലാമിയ. മസ്രഹിയ എന്നാൽ നാടകം എന്നാണ് അർത്ഥം. ചോദ്യം നമ്പർ 73. മൗലൂഉ കിതാബ് അൽ അയ്യാം. മൗലൂഉ വിഷയം, കിതാബ് പുസ്തകത്തിലെ, അൽ അയ്യാം. അൽ അയ്യാം എന്ന പുസ്തകത്തിലെ വിഷയം എന്താണ്? അർ റിവായ അൽ വാഖിയ, അർ റിവായ അൽ താരീഖിയ, അർ റിവായ അൽ ആതുഫിയ, റിവായ അൽ തർജുമ അൽ ദാത്തിയ. തർജുമ അൽ ദാത്തിയ എന്ന് പറഞ്ഞാൽ ആത്മകഥ, ഓട്ടോബയോഗ്രഫി. അപ്പോൾ ആത്മകഥയാണ് അൽ അയ്യാം എന്നത്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഡി ആണ്. അൽ അയ്യാം എന്ന പുസ്തകത്തിലെ വിഷയം ഒരാളുടെ ആത്മകഥയാണ്. 76. മുഅല്ലിഫ് അൽ ഇസ്ലാമു ഫിൽ ഹിന്ദ്. മുഅല്ലിഫ് രചയിതാവ്, എഴുതിയ ആള്. അൽ ഇസ്ലാമു ഫിൽ ഹിന്ദ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എ അബുൽ ഹസൻ അലി അന്നദ്വി, ബി അഷെയ്ഖ് അബ്ദുൽ ഹൈ അൽ ഹുസ്നി, സി അദ്ദക്തൂർ അബ്ദുൽ മുൻഇം അൻ-നമിർ, ഡി അഷാഹ് വലിയുല്ലാ അദ്ദഹ്ലവി. ഉത്തരം സി ആണ്. അദ്ദക്തൂർ അബ്ദുൽ മുൻഇം അൻ-നമിർ.
സി ആണ് ഉത്തരം. അൽ ഇസ്ലാമു ഫിൽ ഹിന്ദ് എന്ന പുസ്തകം എഴുതിയത് ദക്തൂർ അബ്ദുൽ മുൻഇം അൻ-നമിർ ആണ്. സി ആണ് ഉത്തരം. 77 അൽ ജുംലത്തുൽ ഇസ്മിയ ലഹാ റുക്നാനി ഹുമ. അൽ ജുംലത്തുൽ ഇസ്മിയ, ഇവിടെ ജുംലത്തിൻ ഇസ്മിയെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ട് തരം ജുംലകളുണ്ട്, ജുംലത്തിൻ ഫഇലിയ, ജുംലത്തിൻ ഇസ്മിയ. ഇവിടെ ജുംലത്തിൻ ഇസ്മിയെ കുറിച്ച് പറയുന്നു. ലഹ, അതിനുണ്ട്, റുക്നാനി, രണ്ട് റുക്നുകളുണ്ട്. ഹുമ, അവ രണ്ടും ഏതൊക്കെയാണ്? എ അൽ ഇസ്മു അൽ ഖബറു, ബി അൽ മുബ്തദ അൽ ഖബർ, സി അൽ ഫാഇൽ വൽ മഫ്ഊൽ, ഡി അസ്സിഫത്തു വൽ മൗസൂഫ്. ജുംലത്തിൻ ഇസ്മിയയിൽ എന്താണ് ഉണ്ടാവുക? അതിൽ മുബ്തദവും ഖബറുമാണ് ഉണ്ടാവുക. ജുംലത്തിൻ ഫഇലിയ ആണെങ്കിൽ അതിൽ ഫഇല്, ഫാഇല്, മഫ്ഊല് ഒക്കെയാണ് ഉണ്ടാവുക. ജുംലത്തിൻ ഇസ്മിയയിൽ മുബ്തദവും ഖബറും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ മുബ്തദവും ഖബറുമാണ് ജുംലത്തിൻ ഇസ്മിയയുടെ രണ്ട് റുക്നുകൾ. അപ്പൊ ബി എന്ന ഓപ്ഷൻ ആണ് ശരി. 78 അസ്വഹു കിതാബ് ബഅദൽ ഖുർആനിൽ കരീം. അസ്വഹ്, ഏറ്റവും ശരിയായ, കിതാബ് പുസ്തകം, ബഅദൽ ഖുർആനിൽ കരീം, ഖുർആനിൽ കരീമിന് ശേഷം അഥവാ ഖുർആനിന് ശേഷം ഏറ്റവും ശരിയായ പുസ്തകം ഏതാണ്? എ സ്വഹീഹുൽ ബുഖാരി, ബി റിയാദുസ് സ്വാലിഹീൻ, സി സ്വഹീഹ് മുസ്ലിം, ഡി അൽ മുസ്നദ്. ഉത്തരം വളരെ ലളിതമാണ്. ഓപ്ഷൻ എ ആണ്, സ്വഹീഹുൽ ബുഖാരി. ഖുർആന് ശേഷം ഏറ്റവും ശരിയായ പുസ്തകം സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ പുസ്തകമാണ്. 79 മുത്തർജിമു റിവായ അൽ ബുഅസ മിനൽ ഫറൻസിയ ഇലൽ അറബിയ. മുത്തർജിം, വിവർത്തനം ചെയ്ത ആൾ. റിവായത്തു അൽ ബുഅസ, ബുഅസ എന്ന റിവായ ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണ്? മിനൽ ഫറൻസിയ, ഫ്രഞ്ച് ഭാഷയിൽ നിന്ന്, ഇലൽ അറബിയ, അറബി ഭാഷയിലേക്ക്. അൽ ബുഅസ എന്ന കൃതി ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? എ ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി, ബി നജീബ് മഹ്ഫൂദ്, സി ഹാഫിൽ ഇബ്രാഹിം, ഡി മുസ്തഫ ലുത്ഫി അൽ മൻഫലുതി. ഉത്തരം സി ആണ്, ഹാഫിൽ ഇബ്രാഹിം. 80 യുഅറഫു അബു നുവാസ് ബി. യുഅറഫു, അറിയപ്പെടുന്നു. അബു നുവാസ്, അബു നുവാസ് എന്ന കവി അറിയപ്പെടുന്നു. ബി ഡാഷ് അൽ മുവശഹാത്ത്, അൽ സുഹദിയാത്ത്, അൽ ഖംറിയാത്ത്, അൽ ഇസ്ലാമിയാത്ത്. ഉത്തരം അൽ ഖംറിയാത്ത്. മദ്യവുമായി ബന്ധപ്പെട്ട കവിതകൾ എഴുതിയതിന്റെ പേരിൽ അബു നുവാസ് അറിയപ്പെടുന്നു. സി ആണ് ഉത്തരം. ഇഖ്റ അൻ-നസ് സുമ്മ അജിബ് അനിൽ അസ്ഇലത്തി അല്ലതി തലിഹി. ഇഖ്റ, വായിക്കുക, അൻ-നസ്, ഈ പാസേജ് വായിക്കുക. ഇവിടെ ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു, ഇത് വായിക്കുക. സുമ്മ, പിന്നെ, അജിബ്, ഉത്തരം എഴുതുക, അനിൽ അസ്ഇലത്തി, ചോദ്യങ്ങൾക്ക്, അല്ലതി തലിഹി, അതിനെ തുടർന്നുള്ള. ഇവിടെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നു, അതിനുശേഷം ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഈ പാസേജിൽ നിന്ന് നോക്കി എടുത്തെഴുതണം. 81 മുതൽ 85 വരെയുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ ഉത്തരം എഴുതേണ്ടത്. വായിച്ചു നോക്കാം. വുലിദ അൽ ഹക്കീം അലാഉദ്ദീൻ അബുൽ ഹസൻ അലി ഇബ്നു അൽ ഹസം അൽ ഖുറശി അൽ മുലഖബ് ബി ഇബ്നു നഫീസ് ഫി ഇഹ്ദാ ലവാഹി ദിമിഷ്ക്. വുലിദ, ജനിച്ചു. അൽ ഹക്കീം അലാഉദ്ദീൻ അബുൽ ഹസൻ അലിബ്നു അൽ ഹസം അൽ ഖുറശി, ഇത്രയും അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹം ജനിച്ചു. അൽ മുലഖബ്, സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന, ലഖബിൽ അറിയപ്പെടുന്ന, ബി ഇബ്നു നഫീസ്, ഇബ്നു നഫീസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അലാഉദ്ദീൻ അബുൽ ഹസൻ അലി ഇബ്നുൽ അൽ ഹസം അൽ ഖുറശി ജനിച്ചു. ഫി ഇഹ്ദാ ലവാഹി ദിമിഷ്ക്, ദമസ്കസിന്റെ ഒരു പ്രാന്തപ്രദേശത്ത് അദ്ദേഹം ജനിച്ചു. ഫീമാ ബൈന 607 686 ഇടയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. വതലഖ തഅലീമഹു, അദ്ദേഹം അറിവ് നേടി. ഫി ഹഖ്ലി തിബ്ബി, മെഡിസിൻ മേഖലയിൽ, ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, അദ്ദേഹം മെഡിക്കൽ സയൻസ് ആണ് അദ്ദേഹം പഠിക്കുന്നത്. അല ഐദി മശാഹീർ ഉലമാഇ തിബ്ബ്,
വളരെ പ്രശസ്തരായ മെഡിസിൻ പണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം പഠിക്കുന്നത്. ഫി ദിമിഷ്ക്, ദമസ്കസിലെ, അന്താക്ക, ആ കാലഘട്ടത്തിലെ ദമസ്കസിലെ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ മെഡിസിൻ പണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുന്നത്. വസ്തഹർ, അദ്ദേഹം പ്രശസ്തനായി, ഇബ്നു നഫീസ് പ്രശസ്തനായി, ബി തൂലിൽ ബാലി. തൂലിൽ ബാൽ എന്നാൽ പേഷ്യൻസ് എന്നാണ് അർത്ഥം, അഥവാ ക്ഷമ. ക്ഷമ കാരണം, ക്ഷമയിൽ അദ്ദേഹം പ്രശസ്തനായി, നല്ല ക്ഷമയുള്ള ആളായിരുന്നു. വലീനുൽ ജാനിബ്, അദ്ദേഹത്തിന്റെ മൃദുലമായ പെരുമാറ്റം കാരണത്താലും അദ്ദേഹം പ്രശസ്തനായി. വകാന ത്വബീലൽ ഖാമതി നഹീഫൽ ജിസ്മി. വകാന, അദ്ദേഹമായിരുന്നു, ത്വബീലൽ ഖാമതി, നീളമുള്ള ആളായിരുന്നു. നഹീഫൽ ജിസ്മി, അദ്ദേഹം മെലിഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരികമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, നീളമുള്ള മെലിഞ്ഞ വ്യക്തി. ലം യതസവ്വജ്, അദ്ദേഹം വിവാഹം ചെയ്തില്ല. ഫി ഹയാത്തിഹി, തന്റെ ജീവിതത്തിൽ അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല. ബൽ തഫറഗ, അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. ലിൽ ഇൽമി, അറിവിന് വേണ്ടി, വ അഹ്ലിഹി, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖല. അദ്ദേഹം അതിനു വേണ്ടി, പഠനത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നു. കാനത്ത് മദീനത്തു ദിമിഷ്ക്, കാനത്ത് ആയിരുന്നു, മദീനത്തു ദമഷ്ക്, ദമസ്കസ് പട്ടണമായിരുന്നു. ഫി അഹ്ദി ഇബ്നു നഫീസ്, ഇബ്നു നഫീസിന്റെ കാലത്ത്, തഹ്ത ഹുക്മി, ഭരണത്തിൻ കീഴിലായിരുന്നു. അസ് സുൽത്താൻ അൽ അയ്യൂബി അൽ ആദിൽ സൈഫുദ്ദീൻ, ഇതാണ് ആ ഭരണാധികാരിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ ദമസ്കസ് പട്ടണം. വകാനത്ത് ആയിരുന്നു, ഈ ദമസ്കസ് പട്ടണമായിരുന്നു, മുസ്ദഹിറത്തൻ, അത് പുരോഗതി പ്രാപിച്ചതായിരുന്നു അന്ന്. വദാത്ത് നഹ്ലത്തിൻ ഇൽമിയ ഫാഖിറ, അഭിമാനകരമായ വൈജ്ഞാനിക നവോത്ഥാനമുണ്ടായ സ്ഥലമായിരുന്നു അത്. കാരണം വൈജ്ഞാനികമായിട്ട് വളരെ വളർന്ന ഒരു പ്രദേശമായിരുന്നു ഈ ദമസ്കസ് ആ കാലഘട്ടത്തിൽ. വകാന അഹ്ലുൽ ഇൽമി യഫീദൂന ഇലൈഹ, വകാന ആയിരുന്നു, അഹ്ലുൽ ഇൽം, വിവരമുള്ള ആളുകൾ, പണ്ഡിതന്മാർ, യഫീദൂന ഇലൈഹ, അങ്ങ് ആ ദമസ്കസിലേക്ക് വരാറുണ്ടായിരുന്നു. മിൻ കുല്ലി ഫജ്ജിൻ, എല്ലാ പ്രദേശത്തു നിന്നും പണ്ഡിതന്മാർ ദമസ്കസിലേക്ക് വന്നു. വഖദ് ഖലാ ഇബ്നു നഫീസ്, വഖദ് ഖലാ, ചിലവഴിച്ചു, ഇബ്നു നഫീസ് ചിലവഴിച്ചു, മുഅല്ലമ ഹയാത്തിഹി, തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ചിലവഴിച്ചു, ഫി ദിറാസത്തി തിബ്ബി, മെഡിസിൻ പഠിക്കുന്നതിൽ, വ തത്വീരിഹി, അതിനെ പുരോഗതി പ്രാപിക്കുന്നതിലും, അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും, നദരിയൻ, തിയററ്റിക്കലി, താത്വികമായി, വ ഇൽമിയൻ, അതുപോലെ ശാസ്ത്രീയമായും അതിനെ, മെഡിസിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതിൽ പുരോഗതി ഉണ്ടാക്കുക, അതിൽ പഠനങ്ങൾ നടത്തുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം മാറ്റിവെച്ചത്. ഫഖദ് ഹസ്സ, അദ്ദേഹം പ്രേരിപ്പിച്ചു, അല മുമാറസത്ത് തശ്രീഹി, പോസ്റ്റ്മോർട്ടം നടത്താൻ, ശരീരം കീറി പരിശോധിക്കാൻ. വഹ്തമ്മ, അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു, ബി തശ്രീഹിൽ ഖൽബി, ഹാർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ, അല്ലെങ്കിൽ ഹാർട്ട് കീറി പരിശോധിക്കാൻ, ഹാർട്ടിലെ ഓരോ കാര്യങ്ങൾ കീറി പരിശോധിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. വൽ ഹൻജറ, അതുപോലെ കഴുത്തും. വബിദിറാസത്തി തനഫുസി, വബിദിറാസത്തി, പഠിക്കുന്നതിനും, ആ തനഫുസ്, ശ്വസനം, ദാഖില റിഅതി, ശ്വാസകോശത്തിന്റെ ഉള്ളിൽ, നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, അക്കാര്യങ്ങൾ പഠിക്കാൻ. വൻതിഖാലി ദമി, അതുപോലെ രക്തത്തിന്റെ ചലനത്തെക്കുറിച്ചും. മിനർ റിഅതി, ശ്വാസകോശത്തിൽ നിന്ന്, ഇലൽ ഖൽബി, ഹാർട്ടിലേക്ക് ശ്വാസകോശത്തിൽ നിന്ന് രക്തം നീങ്ങുന്നതിനെ കുറിച്ചും. വമിനൽ ഖൽബി ഇലൽ റിഅതി, നേരെ തിരിച്ചും, അഥവാ ഹാർട്ടിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും നേരെ തിരിച്ചും രക്തം സഞ്ചരിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഗൗരവത്തോടു കൂടിയിട്ട് പഠിച്ചു. അപ്പോൾ ഇബ്നു നഫീസ് എന്ന പണ്ഡിതനെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിന് ശേഷമുള്ള ചോദ്യങ്ങൾ നോക്കാം. 81ാമത്തെ ചോദ്യം, അന്നസ്സു സാബിഖ് നൗഉഹു, അന്നസ്സു പാസേജ്, അസ്സാബിഖ്, ഇപ്പോൾ മുമ്പ് വന്ന ഈ പാസേജ്, നൗഉഹു, അതിന്റെ ഇനം. ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ, ഒരു പാസേജ് വായിച്ചല്ലോ, അതിന്റെ ഇനം എന്താണ്? അത്തറാജിം, ജീവചരിത്രം, അൽ റിവായ, അൽ ഖിസ്സ, അൽ ഖുത്ബ. ഏതാണ്? എ ആണ്. ഇബ്നു നഫീസ് എന്ന മനുഷ്യന്റെ ജീവചരിത്രമല്ലേ പറയുന്നത്? അപ്പോൾ എ ആണ് ഉത്തരം. 82, കാന ഇബ്നു നഫീസ്
മുതഅമ്മിഖൻ ഫി കാന ആയിരുന്നു, ഇബ്നു നഫീസ് ആയിരുന്നു, മുതഅമ്മിഖൻ അവഗാഹമുള്ള ആളായിരുന്നു, ഫി ഏതിൽ എന്നാണ് പറയേണ്ടത്, ഫൽസഫ, അൽ ഫലകിയ, അർ-റിയാദിയാത്ത്, അത്തശ്രീഹ്. ഉത്തരം ഡി ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നു. തശ്രീഹ് എന്നല്ല, തശ്രീഹ് ഹ ആണ് വേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈനാണ്, അപ്പോ ഹ ആണ് വേണ്ടത്. അപ്പൊ തശ്രീഹ് എന്നാണ്, അതായത് പോസ്റ്റ്മോർട്ടം. അപ്പൊ ഡി ആണ് ഉത്തരം. 83 അൽ മുറാദു ബി തൂലിൽ ബാലി വലീനിൽ ജാനിബ്. അൽ മുറാദു ഉദ്ദേശം, ബി തൂലിൽ ബാൽ വലീനിൽ ജാനിബ്. തൂലുൽ ബാൽ വലീനുൽ ജാനിബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, എന്താണ് അതിന്റെ ആശയം? എ അത്തവാദു അഥവാ വിനയം, ബി അൽ ഉഖ്വത്തു സാഹോദര്യം, സി അൽ മുസാവാത്തു സമത്വം, ഡി അൽ ഫഖ്റു അഭിമാനം. ഉത്തരം എ ആണ്, അത്തവാദു വിനയം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ആണ് ഉത്തരം. 84 യഹ്ദിഫു ഹാദൻ നസ് അവലൻ ഇല. യഹ്ദിഫു ലക്ഷ്യം വെക്കുന്നു, ഹാദൻ നസ് ഈ പാസേജ്, നമ്മൾ വായിച്ച ആ പാസേജ് ഉണ്ടല്ലോ, അത് ലക്ഷ്യം വെക്കുന്നു, അവലൻ ഒന്നാമതായിട്ട്. എന്താണ് ആ പാസേജ് കൊണ്ടുള്ള ഉദ്ദേശം? എ തഅരീഫുൻ നാസി അൻ ഹഖീഖത്തി തുബ്ബി. തഅരീഫുൻ നാസ് ജനങ്ങളെ പരിചയപ്പെടുത്തുക, അൻ ഹഖീഖത്തി തുബ്ബി മെഡിസിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. മെഡിസിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ഉദ്ദേശം. ബി തഅരീഫുൻ നാസി അൻ ഇബ്നു നഫീസ് ജനങ്ങൾക്ക് ഇബ്നു നഫീസിനെ പരിചയപ്പെടുത്തുക. സി തഅരീഫുൻ നാസി അൻ അസുൽത്താൻ അൽ അയ്യൂബി അൽ ആദിൽ സൈഫുദ്ദീൻ. തഅരീഫുൻ നാസ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അസുൽത്താൻ അയ്യൂബി അൽ ആദിൽ സൈഫുദ്ദീൻ എന്ന ഭരണാധികാരിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ഡി തഅരീഫുൻ നാസ് അൻ തശ്രീഹ് ജനങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം പരിചയപ്പെടുത്തുക. ഏതാണ് ഉദ്ദേശം? ഇവിടെ തിബ്ബിനെ കുറിച്ച് പറയുന്നുണ്ട്, മെഡിസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, അതുപോലെ സുൽത്താൻ അയ്യൂബി അൽ ആദിൽ സൈഫുദ്ദീനെ കുറിച്ച് പറയുന്നുണ്ട്, തശ്രീഹിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ പാസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു നഫീസ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തലാണ്. ഇബ്നു നഫീസ് തിബ്ബ് പഠിച്ചിരിക്കുന്നു, ഇബ്നു നഫീസ് ജീവിച്ചിരുന്ന കാലത്തെ ഭരണാധികാരിയാണ് അയ്യൂബി അൽ ആദിൽ സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ ആള്. ഇബ്നു നഫീസ് തശ്രീഹ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു, ആ മേഖലയിൽ നന്നായി പഠിച്ചിരുന്നു. അപ്പൊ ഇബ്നു നഫീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇബ്നു നഫീസിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പാസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബി ആണ് ഉത്തരം, തഅരീഫ് നാസ് ആൻ ഇബ്നു നഫീസ്. ബി ആണ് ഉത്തരം. 85 അൽ മഖ്സൂദു ബി യഫിദൂന. അൽ മഖ്സൂദ് ഉദ്ദേശം, ബി യഫിദൂന യഫിദൂന എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അഥവാ അതിന്റെ അർത്ഥം എന്താണ്? എ യദ്ഹബൂന അവർ പോവുന്നു, ബി യഫ്ഹസൂന അവർ പരിശോധിക്കുന്നു, സി യഅ്തൂന അവർ വരുന്നു, ഡി യദ്റുസൂന അവർ പഠിക്കുന്നു. ഉത്തരം സി ആണ്, യഅ്തൂന അവർ വരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പണ്ഡിതന്മാർ ദമസ്കസിലേക്ക് വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാസേജിൽ യഫിദൂന എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സി ആണ് ഇവിടെ ഉത്തരം. 86 അൽ ഉംലത്തുൽ മുസ്തഖ്ദമ ഫി മിസ്ർ. അൽ ഉംലത്തു അൽ മുസ്തഖ്ദമ ഈജിപ്തിൽ ഉപയോഗിക്കപ്പെടുന്ന നാണയം ഏതാണ്? മിസ്ർ എന്നാൽ ഈജിപ്ത്. ഈജിപ്തിൽ ഉപയോഗിക്കപ്പെടുന്ന നാണയം ഏതാണ്? എ ലീറ, ബി ദിർഹം, സി ജുനൈഹ്, ഡി ദീനാർ. ഉത്തരം സി ആണ്, ജുനൈഹ്. സി ആണ് ഉത്തരം. 87 സ്വാഹിബു ഹാദൽ ബൈത്ത്. ഈ ബൈത്തിന്റെ ആള് ആരാണ്? ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? അല അയ്യുഹൽ ലൈലു ത്വവീലു അലഞ്ചലി ബിസുബ്ഹിം വമൽ ഇസ്ബാഹു മിൻകാ ബിഅംസലി. ഈ കവിത എഴുതിയത് ആരാണ്? എ സുഹൈർ ബിൻ അബി സുൽമ, ബി ഹസ്സാൻ ബിൻ സാബിത്ത്, സി അബ് ബിൻ സുഹൈർ, ഡി ഇംറുൽ ഖൈസ്. ഉത്തരം
ഡി ആണ്, ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസ് ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഡി ആണ് ഉത്തരം. 88 സൂറത്തുൻ തുഅറഫു ബി ഉമ്മിൽ കിതാബ്. സൂറത്ത് ഖുർആനിലെ സൂറത്ത് തുഅറഫു അറിയപ്പെടുന്ന ബി ഉമ്മിൽ കിതാബ്, ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഖുർആനിലെ സൂറത്ത് ഏതാണ്? എ സൂറത്തുൽ ഫാത്തിഹ, ബി സൂറത്തുർ റഹ്മാൻ, സി സൂറത്തു യാസീൻ, ഡി സൂറത്തുൽ ഇഖ്ലാസ്. ഉത്തരം എ ആണ്, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയാണ് ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 91 ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ ഫോട്ടോ എടുത്തതാണ്, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. 91 ഇഖ്തർ അസ്വഹീഹ്. ഇഖ്തർ തെരഞ്ഞെടുക്കുക, അസ്വഹീഹ് ശരിയായത് തെരഞ്ഞെടുക്കുക താഴെയുള്ളതിൽ. ലദയ്യ ഖംസത്തു റൂബിയ, ബി ലദയ്യ ഖംസു റൂബിയ, സി ലദയ്യ ഖംസു റൂബിയാത്ത്, ഡി ലദയ്യ ഖംസത്തു റൂബിയാത്ത്. ഏതാണ് ശരി? സി ആണ്, ലദയ്യ ഖംസു റൂബിയാത്ത്. സി ആണ് ശരി. 89 സ്വാഹിബു നുസ്ഹത്തുൽ ഖവാത്തിർ. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? സ്വാഹിബ് എന്നാൽ അത് എഴുതിയ ആള്. ആരാണ് നുസ്ഹത്തുൽ ഖവാത്തിർ എഴുതിയത്? എ ഇബ്നു ബത്തൂത്ത, ബി അബ്ദുൽ ഹൈ അൽ ഹുസ്നി, സി അബു അർ റൈഹാൻ അൽ ബൈറൂനി, ഡി അൽ മസ്ഊദി. ഉത്തരം ബി ആണ്, അബ്ദുൽ ഹൈ അൽ ഹുസ്നി. 92 ഖൗലുഹു തആല. അല്ലാഹു തആല പറയുകയാണ്, ഖുർആനിലെ ആയത്താണ്. തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഈ ആയത്ത് മിസാലുൻ, ഇത് ഒരു ഉദാഹരണമാണ്. ലി ഏതിനുള്ള ഉദാഹരണമാണ്? ഇത് ബലാഗ സംബന്ധമായ ചോദ്യമാണ്. ബലാഗ സംബന്ധമായ വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ ഉസ്താദ് യൂട്യൂബ് ചാനലിലുണ്ട്, എല്ലാവരും അത് കാണുക. ഈ ബലാഗ സംബന്ധമായ ചോദ്യം പരീക്ഷയിൽ തീർച്ചയായും വരും. അപ്പൊ എ അത്തൗരിയ, ബി അത്തിബാഖ്, സി അൽ മുഖാബല, ഡി അൽ ജിനാസ്. ഇവിടെ ഉത്തരം ബി ആണ്, തിബാഖ് ആണ് ഇവിടെ ഈ ആയത്തിൽ ഉള്ളത്. ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദമായ ക്ലാസ്സുകൾ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. 90 അത്തഖ്മുൽ ഖാത്തി മിനൽ ആത്തിയ. അത്തഖ്മ് ജോഡി, അൽ ഖാത്തി തെറ്റായ ജോഡി, മിനൽ ആത്തിയ താഴെയുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? എ അവ്വലു റിവായ അറബിയ. അറബിയിലെ ആദ്യത്തെ നോവൽ, റിവായ എന്നാൽ നോവൽ, ആദ്യ അറബി നോവൽ സൈനബ്. അത് ശരിയാണ്. അവ്വലു റിവായ വാഖഇയ റഖമിയ. അവ്വൽ ഒന്നാമത്തെ റിവായ നോവൽ, വാഖഇയ റഖമിയ റിയലിസ്റ്റിക് ഡിജിറ്റൽ നോവൽ. ആദ്യത്തെ അറബി ഡിജിറ്റൽ നോവൽ ദിലാലുൽ വാഹിദ്. അതും ശരിയാണ്. അവ്വലു റിവായ ഇസ്ലാമിയ, ആദ്യ ഇസ്ലാമിക നോവൽ വാ ഇസ്ലാമ. അതും ശരിയാണ്. അവ്വലു റിവായ താരിഖിയ, ആദ്യത്തെ ചരിത്ര നോവൽ അസ്സാഇറുൽ അഹ്മർ. ഇത് തെറ്റാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി എന്ന ഓപ്ഷനാണ്. ഡി ആണ് ഉത്തരം. 93ാമത്തെ ചോദ്യം പിന്നീട് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നമുക്കിത് വായിച്ചു നോക്കാം. തർജമ ഷിഅർ വീണപൂവു ഇല മലയാളമിയ. തർജമ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഷിഅർ കവിത, വീണപൂവ് എന്ന കവിത വിവർത്തനം ചെയ്തു ഇലൽ മലയാളമിയ മലയാളത്തിലേക്ക്. ആരാണെന്നാ ചോദ്യം. വീണപൂവ് എന്ന കവിത മലയാളത്തിൽ കുമാരനാശാന്റെ കവിതയാണ്. അത് പിന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോ അറബിയിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലേക്കോ ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് അറബിയിലെ ചോദ്യമായതുകൊണ്ട് അറബിയിലേക്ക് എന്നായിരിക്കാം, പക്ഷെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസാനം ഇത് അധികാരികൾ തന്നെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. 94 തമ്മ ഇൻഷാ മത്ബഅത്ത് ബുലാഖ് ഫി അഹ്ദി. തമ്മ പൂർത്തിയായി,
ഇൻഷാ നിർമ്മാണം, മത്ബഅത്തി പ്രസ്സിന്റെ, ബൂലാഖ് ബൂലാഖ് എന്ന പ്രസ്സിന്റെ നിർമ്മാണം പൂർത്തിയായി ഫി അഹ്ദി കാലഘട്ടത്തിൽ. ആരുടെ കാലഘട്ടത്തിലാണ് ബൂലാഖ് പ്രസ്സിന്റെ നിർമ്മാണം പൂർത്തിയായത്? എ നാബിലിയൂൻ, ബി മുഹമ്മദ് അലി ബാഷാ, സി ഹുദൈവി അബ്ബാസ്, ഡി ജമാൽ അബ്ദുൽ നാസർ. ഉത്തരം ബി ആണ്, മുഹമ്മദ് അലി ബാഷ. ബൂലാഖ് പ്രസ് ഈജിപ്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്സാണ്. ഇത് അമീരി പ്രസ് അല്ലെങ്കിൽ അമീരിയ പ്രസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈജിപ്തിനെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അലി ബാഷ സ്ഥാപിച്ച പ്രസ്സാണ് ഇത്. ഈജിപ്തിലെ അറബി സാഹിത്യത്തിലും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും വലിയ സംഭാവനകൾ അർപ്പിക്കാൻ ഈ പ്രസ്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈജിപ്തിന്റെ ചരിത്രത്തിൽ മത്ബഅത്ത് ബൂലാഖ് അഥവാ ബൂലാഖ് പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്സാണ്, പുസ്തക പ്രസാധനാലയമാണ്. ബൂലാഖ് എന്ന സ്ഥലത്താണ് അത് ആദ്യം സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബൂലാഖ് പ്രസ് എന്ന് അത് അറിയപ്പെടുന്നത്. 98ാമത്തെ ചോദ്യം, ഹംസത്തുൽ ഖത്അ ഫി. ഈ പറഞ്ഞ 4 ഉദാഹരണങ്ങളിൽ ഓപ്ഷനുകളിൽ ഏതിലാണ് ഹംസത്തുൽ ഖത്അ ഉള്ളത്? ഇസ്തിഖ്ദാം, ഇഹ്ദിന, ഇയ്യാക, അൽഹംദു. ഉത്തരം സി ആണ്. ഇയ്യാക എന്നത് ആ ഹംസത്തുൽ ഖത്അ ആണ്. 95 ഔലാദു ഹാറത്തിന കിതാബുൻ ഫി. ഔലാദു ഹാറത്തിന എന്നത് കിതാബുൻ പുസ്തകമാണ്. ഫി ഏത് വിഷയകമായ പുസ്തകമാണ് എന്നാണ് ചോദ്യം. അസീറ അദാത്തിയ, ഖിസ്സ അൽ ഖസീറ, അൽ മസ്റഹിയ, അൽ റിവായ. അസീറ അദാത്തിയ എന്നാണ് ആത്മകഥ, അൽ ഖിസ്സ അൽ ഖസീറ ചെറുകഥ, അൽ മസ്റഹിയ നാടകം, അൽ റിവായ നോവൽ. ഉത്തരം അൽ റിവായയാണ്, നോവലാണ്. ഔലാദു ഹാറത്തിന എന്നത് റിവായയാണ് അഥവാ നോവലാണ്. 96 ഷാഇറുൻ ലുഖിബ ബി ഷാഇരി ശഅബ്. ഷാഇറു ശഅബ് സമൂഹത്തിന്റെ കവി എന്ന ലഖബിൽ അറിയപ്പെട്ട കവി ആരാണ്? ഷാഇറുൻ കവി, ലുഖിബ സ്ഥാനപ്പേര് നൽകപ്പെട്ട, ബി ഷാഇരി ശഅബ് ഷാഇറു ശഅബ് എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട കവി ആരാണ്? എ അഹ്മദ് ഷൗഖി, അബുൽ അല അൽ മഅരി, ഹാഫിൽ ഇബ്രാഹിം, അബുൽ ഖാസിം അശ്ശാബി. ഉത്തരം സി ആണ്, ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിം ആണ് ഷാഇറു ശഅബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 99 തവാഫുഖുൽ ഫാസിലതൈനി ഫി ഫിഖറതൈനി ഔ അക്സറ ഫിൽ ഹർഫിൽ അഖീർ ഔ ഹുവ തവാഫുഖു അവാഖിർ ഫവാസിലിൽ ജുമൽ യുസമ്മ മുഖാബല, ജിനാസ്, സജ്അ, ഇഖ്തിബാസ്. ഉത്തരം സജ്അ ആണ്. ഇത് ബലാഗയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 99ാമത്തത്. ബലാഗയിലെ ഈ ഭാഗമൊക്കെ വളരെ വിശദമായി വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ് ഉസ്താദ് യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വിശദമായി കാണുമല്ലോ. ഇവിടെ ഈ മുകളിലുള്ളത് നേരത്തെയുള്ള ചോദ്യത്തിന്റെ ബാക്കിയാണ്. 97ാമത്തെ ചോദ്യം നോക്കാം. ആസിമത്തു അൽ മഗ്രിബ്. മഗ്രിബ് എന്നാൽ മൊറോക്കോ. മൊറോക്കോയുടെ തലസ്ഥാനം ഏതാണ്? ഉമ്മാൻ, തമാറ, ദിമിഷ്ക്, അർ-റിബാത്ത്. ഉത്തരം ഡി ആണ്, അർ-റിബാത്ത്. 100 ഇസ്മു ഇബ്നുൽ ഹൈസം സ്വാഹിബ് കിതാബുൽ മനാദിർ. കിതാബുൽ മനാദിർ എന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിന്റെ കർത്താവായ ഇബ്നു ഹൈസമിന്റെ പേരെന്താണ്? ഇസ്മ പേര്. ഇബ്നുൽ ഹൈസമിന്റെ പേരെന്താണ്? സ്വാഹിബ് കർത്താവായ കിതാബുൽ മനാദിർ. കിതാബുൽ മനാദിർ എന്ന പുസ്തകത്തിന്റെ കർത്താവായ ഇബ്നുൽ ഹൈസമിന്റെ പേരെന്താണ്? എ അൽ ഹസൻ ഇബ്നുൽ ഹൈസം, ബി ഉമർ ഇബ്നുൽ ഹൈസം, സി അലി ഇബ്നുൽ ഹൈസം, ഡി ഇബ്രാഹിം ഇബ്നുൽ ഹൈസം. ഉത്തരം എ ആണ്,
അൽ ഹസൻ ഇബ്നുൽ ഹൈസം. എ ആണ് ഉത്തരം, അൽ ഹസൻ ഇബ്നുൽ ഹൈസം. ഇഖ്റ അൻ-നസ്സ സുമ്മ അജിബ് അനിൽ അസ്ഇലത്തി അല്ലതി തലീഹി. ഇഖ്റ നീ വായിക്കുക, അൻ-നസ്സ ഈ പാസേജ് വായിക്കുക, സുമ്മ അജിബ് എന്നിട്ട് നീ ഉത്തരം എഴുതുക, അനിൽ അസ്ഇലത്തി ചോദ്യങ്ങൾക്ക്, അല്ലത്തി തലീഹി ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക്, 101 മുതൽ 105 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ പാസേജിൽ നിന്ന് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഖും ലിൽ മുഅല്ലിമി അധ്യാപകന് വേണ്ടി നീ എഴുന്നേറ്റ് നിൽക്കുക, വഫിഹി തബ്ജീല നീ അദ്ദേഹത്തെ പൂർണ്ണമായി ആദരിക്കുക, കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല അധ്യാപകൻ പ്രവാചകനോളം ആവാറായിരിക്കുന്നു. അലിംത അശ്റഫ ഔ അജല്ല മിനല്ലദി യബ്നി വയുൻശിഉ അൻഫുസൻ വഉഖൂല. ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ കെട്ടിപ്പടുക്കുന്ന വളർത്തുന്ന ആളെക്കാളും വലിയ മഹാനെ നിനക്കറിയാമോ? അധ്യാപകൻ ഓരോ കുട്ടിയുടെയും മനസ്സിനെയും അവൻ്റെ ബുദ്ധിയെയും വളർത്തുന്ന ആളാണ്, കെട്ടിപ്പണിയുന്ന ആളാണ്. അതുകൊണ്ട് ആ അധ്യാപകനേക്കാളും ആദരണീയനായ മറ്റൊരാളുണ്ടോ? സുബ്ഹാനക അല്ലാഹുമ്മ ഖൈറ മുഅല്ലിമിൻ അല്ലംത ബിൽ ഖലമിൽ ഖുറൂനൽ ഊല. അധ്യാപകരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അധ്യാപകനാണ് അള്ളാഹു. അള്ളാഹു മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു. അഖ്റജ്ത ഹാദൽ അഖ്ല മിൻ ളുലുമാതിഹി വഹദൈതഹു നൂറൽ മുബീന സബീല. അങ്ങനെ അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിയെ ഇരുട്ടിൽ നിന്നും പുറത്താക്കി ആ മനുഷ്യ ബുദ്ധിക്ക് അള്ളാഹു വെളിച്ചം പകർന്നു നൽകി. റബ്ബു അലൽ ഇൻസാഫി ഫിതിയാനൽ ഹിമ തജിദൂഹുമു കഹ്ഫൽ ഹുഖൂഖി ഖുഹൂല. അപ്പൊ ഈ വരിയും നേരത്തെ വായിച്ച വരികൾക്കിടയിൽ ഒരുപാട് വരികളുണ്ട്. ആ കുറെ വരികളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. വഹുവല്ലദീ യബ്നി ഇത്തിബാഅ ഖവീമതൻ വഹുവല്ലദീ യബ്നി നുഫൂസ ഉദൂല. അധ്യാപകനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വരിയിലെ എല്ലാ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയില്ലെങ്കിലും പ്രശ്നമില്ല. ശേഷമുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അത് മാത്രം അറിഞ്ഞാലും മതിയാവും. പലർക്കും ഈ കവിതയുടെ അർത്ഥം അറിയണമെന്നില്ല. വയുഖീമു മന്തിഖ കുല്ലി അഅവജി മന്തിഖിൻ. അധ്യാപകൻ എല്ലാ വളഞ്ഞ സംസാരങ്ങളെയും നേരെയാക്കുന്നു. വയുരീഹി റയ്യൻ ഫിൽ ഉമൂരി അസീല. യഥാർത്ഥ കാഴ്ചപ്പാട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൈദൽ മുഅല്ലിമു ലം യകുൻ അദ്ലൻ മശ. അധ്യാപകൻ നടക്കുന്ന ഒരു നീതി ആയില്ല എങ്കിൽ റൂഹുൽ അദാലത്തി ഫിശ്ശബാബി ലഈല. ആ യുവാക്കളിൽ നീതിയുടെ ആത്മാവ് ദുർബലമായി പോകും. നമ്മൾ പറയാറുണ്ടല്ലോ, ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യൻ. അപ്പോൾ അധ്യാപകൻ നന്നാവണം എങ്കിലേ ശിഷ്യന്മാർ നന്നാവും. അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് തീർന്നിട്ടില്ല, ഇതിന് ശേഷം വേറെയും വരികളുണ്ട്. അപ്പൊ ഈ കവിതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. നമുക്ക് ആ ചോദ്യങ്ങൾ പരിശോധിക്കാം. 101 അൽ മഫ്ഹൂമു മിൻ വഫിഹി തബ്ജീല. വഫിഹി തബ്ജീല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എ ഇഅ്തിസാസൻ, ബി തഖ്ദീറൻ വഇഹ്തിറാമൻ, സി ഫഖ്റൻ, ഡി ഇഹ്തിഖാറൻ. ഉത്തരം ബി ആണ്, തഖ്ദീറൻ വഇഹ്തിറാമൻ, ആദരവോടെ ബഹുമാനത്തോടെ എന്നാണ് അതിന്റെ ഉദ്ദേശം. അദ്ദേഹത്തെ ബഹുമാനിക്കുക, അദ്ദേഹത്തെ ആദരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 102 ഹാദിഹിൽ അബയാത് മിൻ ഖസീദ അൽ മശ്ഹൂറ അൽ ഇൽമു വത്തഅലീം ബിഖലമി. ഹാദിഹിൽ അബയാത് ഈ ബൈത്തുകൾ മിൻ ഖസീദത്തി കവിതയിൽ നിന്നുള്ളതാണ്. അൽ മശ്ഹൂറ പ്രസിദ്ധമായ, അൽ ഇൽമു വത്തഅലീം പ്രസിദ്ധമായ അൽ ഇൽമു വത്തഅലീം എന്ന കവിതയിലെ വരികളാണിത്. ബിഖലമി എന്ന് പറഞ്ഞാൽ ആരുടെ രചനയാണത് എന്നാണ് പറയേണ്ടത്. അഹ്മദ് ഷൗഖി, ഇമാം അൽ ബൂസൂരി, ഹാഫിൽ ഇബ്രാഹിം, ഹസ്സാൻ ബിൻ സാബിത്ത്. ഉത്തരം എ ആണ്, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയാണ് അൽ ഇൽമു വത്തഅലീം എന്ന കവിത എഴുതിയിരിക്കുന്നത്. അതിലെ വരികളാണ് ഇത്. 103 അയ്യു നൗഇൻ മിനൽ ബലാഗതി ഫി ജുംല അല്ലംത ബിൽ ഖലം.
അയ്യ നൗഇൻ മിനൽ ബലാഗ, ബലാഗയുടെ ഏത് ഇനമാണ് ഫി ജുംല വാചകത്തിലുള്ളത്? അല്ലംത ബിൽ ഖലം, അല്ലംത ബിൽ ഖലം എന്ന ഒരു ഭാഗം ഈ കവിതയിൽ നമ്മൾ കണ്ടല്ലോ. അത് ഏത് തരം ബലാഗയാണ്? അതിലൊരു ബലാഗയുണ്ട്. ഏത് തരം ബലാഗയാണ് അതിലുള്ളത്? എ ഇസ്തിആറ, ബി തൗരിയ, സി ഇഖ്തിബാസ്, ഡി തർശീഹ്. ഉത്തരം സി ആണ്, ഇഖ്തിബാസ്. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഉള്ള ഒരു ഭാഗം ഒരു കവിതയിലോ മറ്റോ ഉദ്ധരിക്കുന്നതിനെയാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. ആ ഉദ്ധരിക്കുന്ന നേരത്ത് ഇത് ഖുർആനിൽ നിന്നാണെന്നോ ഹദീസിൽ നിന്നാണെന്നോ പറയുകയില്ല. സാധാരണഗതിയിൽ ഖാലല്ലാഹു അസ്സ വജല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ആയത്ത് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പറയും. അത് ഇഖ്തിബാസ് അല്ല. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ ഹദീസിലെയോ ഖുർആനിലെയോ ഒരു ഭാഗം അത് ഖുർആനിൽ നിന്നാണെന്നോ ഹദീസിൽ നിന്നാണെന്നോ ഒന്നും സൂചിപ്പിക്കാതെ ഒരു കവിതയിലോ മറ്റോ ഉദ്ധരിക്കുന്നതിനെയാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. അതിൽ അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. ഇവിടെ അല്ലംത ബിൽ ഖലം എന്നാണ് പറഞ്ഞത്. അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാലം യാലം അല്ലെ. അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് ഖുർആനിലുണ്ട്, അല്ലമ ബിൽ ഖലം. അതിൽ ചെറിയൊരു മാറ്റം വരുത്തി അല്ലംത ബിൽ ഖലം. അപ്പൊ ഇങ്ങനെ ഉദ്ധരിച്ചതിനെയാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. ഇവയൊക്കെ വിശദമായിട്ട് നേരത്തെ ബലാഗയുടെ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ട് യൂട്യൂബ് ചാനൽ, ഉസ്താദ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ലഭ്യമാണ്, അത് കണ്ടുപഠിക്കുക. 104 ഹാദിഹിൽ ഖസീദ ഫീ നൗഇ, ഹാദിഹിൽ ഖസീദ ഈ കവിത ഫീ നൗഇ ഇനത്തിലാണ്. ഏത് ഇനത്തിൽപ്പെട്ട കവിതയാണ്? എ റസാ, വിലാപകാവ്യം, അഥവാ ഒരാൾ മരിച്ചാലൊക്കെ പാടുന്ന കവിതയാണ് വിലാപകാവ്യം. ബി ഫഖർ, സി മദ്ഹ്, മദ്ഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. ഹിജാ, അതാ ഒരാളെ ആക്ഷേപിച്ച് പാടുക. ഇവിടെ അധ്യാപകനെ പുകഴ്ത്തിയിട്ട് പാടുകയല്ലേ, അതുകൊണ്ട് മദ്ഹാണ്, സി ആണ് ഉത്തരം. 105 അൽ മുറാദു ബി കലിമ വയുഖീമു മന്തിഖ കുല്ല അഅവജി മന്തിഖിൻ. അൽ മുറാദു ഉദ്ദേശം. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയ പ്രശ്നം പറ്റിയിരിക്കുന്നു. അൽ മവാദു എന്നാണ് എഴുതിയിരിക്കുന്നത്, ഉദ്ദേശം അൽ മുറാദു എന്നാണ്. വാവ് റായിന് പകരം വാവ് അടിച്ചു പോയതാണ്. അപ്പൊ അൽ മുറാദു ബി കലിമത്തി വയുഖീമു മന്തിഖ് കുല്ല അഅവജി മന്തിഖിൻ എന്നതിന്റെ ഉദ്ദേശം എന്താണ്? കവിതയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, വയുഖീമു മന്തിഖ കുല്ല അഅവജി മന്തിഖിൻ എന്ന കവിതയിലുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എ യഖ്തലിതു ബൈന സ്വവാബി വൽ ഖതഇ ഫിൽ ഉമൂർ, യഖ്തലിതു കൂട്ടിക്കലർത്തുന്നു, ബൈന സ്വവാബി വൽ ഖത ശരിയെയും തെറ്റിനെയും കൂട്ടിക്കലർത്തുന്നു, ഫിൽ ഉമൂരി കാര്യങ്ങളിൽ. ബി യുശദ്ദിദു ഫിൽ ഉമൂരി കാര്യങ്ങളിലെല്ലാം തന്നെ പരുക്കനാവുന്നു. സി യസൂഖുന്നാസ ഇലൽ ഖതഇ ഫിൽ ഉമൂരി ജനങ്ങളെ കാര്യങ്ങളിലെല്ലാം തെറ്റിലേക്ക് നയിക്കുന്നു. ഡി യുഫരിഖു ബൈന സ്വവാബി വൽ ഖത ഫിൽ ഉമൂരി, യുഫരിഖു വേർതിരിക്കുന്നു, ബൈന സ്വവാബി വൽ ഖത ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കുന്നു, ഫിൽ ഉമൂരി കാര്യങ്ങളിലെല്ലാം. അപ്പോൾ അധ്യാപകർ ചെയ്യുന്ന അതാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം, യുഫരിഖു ബൈന സ്വവാബി വൽ ഖതഇ ഫിൽ ഉമൂർ, അതാണ് ഉത്തരം. 109 തൂഫിയ അബുൽ ഹസൻ അലി അന്നദ്വി, അബുൽ ഹസൻ അലി അന്നദ്വി മരിച്ചു. എപ്പോൾ? 1998, 1999, 1997, 1989. ഉത്തരം ബി ആണ്, 1999 അബുൽ ഹസൻ അലി അന്നദ്വി മരിച്ചത്. ചോദ്യം 106 അൽ യൗമു ഖംറുൻ വഗദൻ അംറുൻ മൻ ഖാല. അൽ യൗമു ഇന്ന്, ഖംറുൻ മദ്യമാണ്, ഇന്ന് മദ്യം, വഗദൻ അംറുൻ നാളെ കാര്യം. ഇന്നു മദ്യം നാളെ കാര്യം എന്ന് മൻ ഖാല ആരാണ് പറഞ്ഞത്? എ അബു നുവാസ്, ബി ഇംറുൽ ഖൈസ്, സി അബുൽ അതാഹിയ, ഡി അബുൽ അല അൽ മഅരി. ഇത് വളരെ പ്രശസ്തമായ ഒരു വാക്കാണ്. ഇത് പറഞ്ഞത് ഇംറുൽ ഖൈസ് ആണ്. ബി ആണ് ഉത്തരം, ഇംറുൽ ഖൈസ്. 110
അർ റഹീഖുൽ മഖ്തൂം. റഹീഖുൽ മഖ്തൂം എന്നത് കിതാബിന് ഒരു പുസ്തകമാണ്, മഷ്ഹൂറിൻ പ്രസിദ്ധമായ, ലിൽ മുബാറക് ഫൂരിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് അർ റഹീഖുൽ മഖ്തൂം. മൗദൂഉഹു, അതിലെ വിഷയം എന്താണ്? ആ പുസ്തകത്തിലെ വിഷയം എന്താണ്? എ അസീറത്തു നബവിയ, നബി ചരിത്രം. ബി അൽ റിവായ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക നോവൽ. സി അൽ ഹദീസ് അൻ നബവി, നബിയുടെ ഹദീസ്. താരീഖ് യസ്രിബിന്റെ അഥവാ മദീനയുടെ ചരിത്രം. ഉത്തരം എ ആണ്, അസീറത്തു നബവിയ. റഹീഖുൽ മഖ്തൂം എന്ന മുബാറക് ഫൂരിയുടെ കൃതിയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം സീറത്തു നബവിയ ആണ്. 107. ഐന യഖഉ അബുൽ ഹൗൽ. ഐന എവിടെ, യഖഉ സ്ഥിതി ചെയ്യുന്നു, അബുൽ ഹൗൽ. അബുൽ ഹൗൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അബുൽ ഹൗൽ എന്ന് പറഞ്ഞാൽ സ്ഫിങ്സ് എന്നാണ് അർത്ഥം. സ്ഫിങ്സ് എന്നാൽ അറിയാമല്ലോ, സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള ഒരു പ്രതിമയാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ മിസ്ർ, ബി റൂസിയ, സി പാരീസ്, ഡി ലെബനാൻ. ഉത്തരം എ ആണ്, മിസ്ർ. ഈജിപ്തിലാണ് അബുൽ ഹൗൽ അഥവാ സ്ഫിങ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 111. സ്വാഹിബു അവാരിഫുൽ മആരിഫ്. അവാരിഫുൽ മആരിഫ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? അവാരിഫുൽ മആരിഫ്. എ അബ്ദുൽ ഹൈ അൽ ഹുസ്നി, ബി മുഹമ്മദ് അർ റാബി അൻ നദവി, സി സൽമാൻ അൻ നദവി, ഡി അബുൽ ഹസൻ അലി അൻ നദവി. ഉത്തരം എ ആണ്, അവാരിഫുൽ മആരിഫ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് അബ്ദുൽ ഹൈ അൽ ഹുസ്നിയാണ്. എ ആണ് ഉത്തരം. ചോദ്യം 108. സുമ്മിയത് ബഅ്ളു ഖസായിദ് അബി ഫറാസ് അൽ ഹമദാനി ബിറൂമിയാത്ത് ലിഅന്നഹു കതബഹ. സുമ്മിയത് വിളിക്കപ്പെട്ടു, ബഅ്ളുൽ ഖസായിദി ചില കവിതകൾ, അബുൽ ഫറാസ് അൽ ഹമദാനിയുടെ ചില കവിതകളെ അർ റൂമിയാത്ത് എന്ന് വിളിക്കപ്പെട്ടു. ലിഅന്നഹു കതബഹ, കാരണം അദ്ദേഹം അത് എഴുതി. എ അൻ താരീഖി റൂം, റോമിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതിയത് കൊണ്ടാണ് അവ റൂമിയാത്ത് എന്നറിയപ്പെടുന്നത്. അതാണ് എ എന്ന ഓപ്ഷൻ പറയുന്നത്. ബി അൻ ഖിസ്സത്തി മലിക്കിർ റൂം, റോമ ചക്രവർത്തിയുടെ കഥയാണ് അതിലുള്ളത്, അതുകൊണ്ടാണ് റൂമിയാത്ത് എന്നറിയപ്പെടുന്നത്. സി വഹുവ അസീറുൻ ഫിർ റൂം, അദ്ദേഹം റോമിൽ തടവുകാരൻ, അസീർ തടവുകാരനായി കഴിയുമ്പോഴാണ് അത് എഴുതിയത്, അതുകൊണ്ടാണ് റൂമിയാത്ത് എന്ന് പറയുന്നത്. ഡി അൻ സഖാഫത്തി റൂം, റോമ സംസ്കാരത്തെ കുറിച്ച്, റോമിന്റെ സംസ്കാരത്തെ കുറിച്ച്, സഖാഫത്ത് എന്നാൽ സംസ്കാരം, സംസ്കാരത്തെ കുറിച്ച് എഴുതിയത് കൊണ്ടാണ് അവയെ റൂമിയാത്ത് എന്ന് വിളിക്കുന്നത്. ഏതാണ് ശരി? സി ആണ്, വഹുവ അസീറുൻ ഫിർ റൂം ലിഅന്നഹു കതബഹ വഹുവ അസീറുൻ ഫിർ റൂം, അദ്ദേഹം റോമിൽ തടവുകാരനായിരിക്കെ ആണ് അവ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അബുൽ ഫറാസ് അൽ ഹമദാനിയുടെ ചില കവിതകൾ റൂമിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 112. ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ ചില തെറ്റുകളുണ്ട്, അതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 113. മൻ യുറഫു ബി ബബ്ഗാഇൽ ഹിന്ദ്, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് ആരാണ്? ബബ്ഗാഉൽ ഹിന്ദ്, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? എ ഗുലാം അലി ആസാദ്, ബി അൽ ഖാദി അബ്ദുൽ മുഖ്തദിർ അൽ കിന്ദി, സി അമീർ ഖുസ്രു, ഡി മുഹമ്മദ് ഇഖ്ബാൽ. ഉത്തരം സി ആണ്, അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ് ബബ്ഗാഉൽ ഹിന്ദ് എന്ന് അറിയപ്പെടുന്നത്. 117. ബന അൽ ജാമിഅ അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി, ജാമിഅ എന്നാൽ ഇവിടെ യൂണിവേഴ്സിറ്റി എന്നാണ് അർത്ഥം. അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? എ അൽ മിസ്രിയൂൻ, ബി അൽ ഉസ്മാനിയൂൻ,
സി അൽ ഫാത്തിമിയൂൻ, ഡി അൽ അബ്ബാസിയൂൻ. ഉത്തരം സി ആണ്, അൽ ഫാത്തിമിയൂൻ. ഫാത്തിമി ഭരണകൂടമാണ് അൽ ജാമി അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. 114 മജല്ല സൗത്തുൽ ഹിന്ദ്. സൗത്തുൽ ഹിന്ദ് എന്ന മാഗസിൻ തുസ്ദറുമിൻ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് സൗത്തുൽ ഹിന്ദ് എന്ന മജല്ല? എ മുംബൈ, ബി മിസ്ർ, സി ന്യൂഡൽഹി, ഡി സൂരിയ. ഉത്തരം ബി ആണ്, മിസ്ർ. ഈജിപ്തിൽ നിന്നാണ് സൗത്തുൽ ഹിന്ദ് എന്ന മാഗസിൻ മജല്ല പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇനി 118 നോക്കാം. തഹാമ ഇസ്മുൻ ഖദീമത്തുൻ. തഹാമ എന്നത് ഇസ്മുൻ ഖദീമൻ, പഴയ പേരാണ്. ലി ഏതിന്റെ പഴയ പേരാണ്? എ ജിദ്ദ, ബി മക്ക, സി മദീന, ഡി റിയാദ്. ഉത്തരം ബി ആണ്, മക്കയുടെ പഴയ പേരാണ് തഹാമ എന്നത്. 115 അൽ അറൂദ് ഹുവ. അൽ അറൂദ്, അറൂദ് അത് എന്താണ്? എ അത്തഫ്ഈലിയത്തുൽ അഖീറ ഫി അശ്ശത്രിൽ അവ്വൽ, ബി അത്തഫ്ഈലിയത്തുൽ അഖീറ ഫി അശ്ശത്രിൽ സാനി, സി അൽ മിസ്റാഉ സാനി മിനൽ ബൈത്തി, ഡി അൽ മിസ്റാഉൽ അവ്വൽ മിനൽ ബൈത്തി. ഉത്തരം എ ആണ്. ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അറൂദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അറൂദുമായി ബന്ധപ്പെട്ട പാഠഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്കത് പറയാവുന്നതാണ്. എ ആണ് ഉത്തരം. 119 മുഅസ്സിസു ദാറുൽ ഉലൂം ബി ദയൂബന്ദ്. ദയൂബന്ദിൽ ദാറുൽ ഉലൂം സ്ഥാപിച്ചത് ആരാണ്? അതിന്റെ സ്ഥാപകൻ മുഅസ്സിസ് ആരാണ്? എ ദാകിർ ഹുസൈൻ, ബി അസയ്യിദ് അഹ്മദ് ഖാൻ, സി മഹ്മൂദ് അൽ ഹസൻ, ഡി ഖാസിം നാനൂത്തവി. ഉത്തരം ഡി ആണ്, ഖാസിം നാനൂത്തവി. ഡി ആണ് ഉത്തരം. 116 ചോദ്യം. ഇസ്തഹറ ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി. ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി പ്രശസ്തനായത് ഏത് മേഖലയിലാണ്? എ അർ റസാ വിലാപകാവ്യം, ബി അൽ ഹിജാ ആക്ഷേപകാവ്യം, സി അൽ ഗസൽ പ്രേമകാവ്യം, ഡി അൽ മദ്ഹ് പ്രശംസ. ഉത്തരം ഡി ആണ്, അൽ മദ്ഹ്. 120 ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഉസ്താദ് എന്നതിന്റെ ജംഅ് എന്താണ് എന്നാണ് ചോദ്യം. അസാതീദ് എന്നാണ് അതിന്റെ ഉത്തരം, പക്ഷെ അത് ഇവിടെ ഇല്ല. അതുകൊണ്ട് 120 ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്.